ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ സ്വന്തം കാവേരി. നിങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാവേരീസ് കിച്ചൺ വണ്ടേഴ്സ്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. നട്ട് പൗഡറിൻ്റെ റെസിപ്പിയാണ് കൂട്ടുകാരെ. അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ എത്ര ന്യൂട്രിയൻ റിച്ച് ആയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് ന്യൂട്രിയൻസ് എല്ലാം കിട്ടണമെന്നില്ല. അതുമാത്രമല്ല നമ്മളെ ഫുഡ് ആ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നുമില്ല. 100% ആയിട്ട് ഒരു കാരണം വെച്ചാലും നമ്മൾ കൊടുക്കുന്ന ഫുഡിൽ കൂടെ അവർക്ക് ന്യൂട്രിയൻസ് കിട്ടില്ല. അത് കാരണം നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു സപ്ലിമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെൻറ്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന നട്ട് പൗഡറിൻ്റെ റെസിപ്പി, അതാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള നട്ട് പൗഡർ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സഡ് നട്ട്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ മിക്സഡ് ആയിട്ടുള്ള നട്ട്സ് വാങ്ങിക്കാൻ കിട്ടും, നട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അങ്ങനെ പല രീതിയിൽ കിട്ടും. ഞാനിപ്പോൾ മിക്സഡ് ആയിട്ടുള്ള നട്ട്സാണ് വാങ്ങി വെച്ചിട്ടുള്ളത്. ഇതിൽ കാഷ്യൂനട്ട്സ് ഉണ്ട്, ബദാം ഉണ്ട്, അതുപോലെ പീനട്ട്സ് ഉണ്ട്, പിന്നെ കുറച്ച് വാൾനട്ട്സ് ഉണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള നട്ട്സ്. അതല്ലാതെ കുറച്ച് പീനട്ട്സ് ഞാൻ സെപ്പറേറ്റ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പീനട്ട്സ് ഇതിൽ കുറവാണ്, അത് കാരണമാണ് ഞാൻ സെപ്പറേറ്റ് കുറച്ച് പീനട്ട്സ് മേടിച്ചിട്ടുള്ളത്. പീനട്ട്സ് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര നല്ലതാണല്ലോ, കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ നട്ട് പൗഡറിൽ പ്രത്യേക ടേസ്റ്റ് വരും. പീനട്ട്സ് കുറച്ച് കൂടുതലിടുകയാണെങ്കിൽ ഗുണമുള്ളതാണ്. അപ്പോൾ അത് കാരണം ഞാൻ പീനട്ട്സ് കുറച്ച് സെപ്പറേറ്റ് മേടിച്ച് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ എടുക്കുക, ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് ഈ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, ഓവറായിട്ട് ചൂടാവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സിയിലിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുക്കാൻ പറ്റും. മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലിട്ടിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് നല്ല പൗഡർ ഫോമിൽ നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. കുറച്ച് പീനട്ട്സും കൂടെ ഞാൻ അല്ലാതെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ നട്ട്സ് എല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളത്തിൻ്റെ ഒന്നും അംശം വരാൻ പാടില്ല, കാരണം നട്ട് പൗഡർ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. അത് കാരണം ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്ന മിക്സി വേണം എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഈ നട്ട്സ് ആഡ് ചെയ്ത് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിൽ ഇതുപോലെ നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് നിറയുന്നത് വരെ ആഡ് ചെയ്യണ്ട. 2 ബാച്ചായിട്ടോ 3 ബാച്ചായിട്ടോ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഫസ്റ്റ് ഒന്ന് നന്നായിട്ട് പൗഡർ ഫോം പോലെ പൊടിച്ചെടുക്കണം. കണ്ടോ, നമ്മുടെ നട്ട് പൗഡർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നന്നായിട്ട് പൗഡർ ഫോം പോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറച്ച് ഒരു നുള്ളു മതി പാല് കാച്ചിയതിന് ശേഷം ഒന്ന് ആ ചൂടോടുകൂടി തന്നെ ഈ ഒരു നട്ട് പൗഡർ അതിൽ ആഡ് ചെയ്ത് ഒരു ടീസ്പൂണോളം മതി, ഒരു ടീസ്പൂണോളം നട്ട് പൗഡർ മതി. ആഡ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ തന്നെ, ആ ചൂട് പാലിൽ തന്നെ ഈ നട്ട് പൗഡർ ചൂടോടുകൂടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതിന് ശേഷം കുട്ടികൾക്ക് ചെറു ചൂടോടുകൂടി തന്നെ പാല് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് അബ്സോർബ് ആയിക്കോളും. ചൂട് പാലിൽ ചേർത്ത് ചെറു ചൂടോടുകൂടി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ആവും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ നട്ട് പൗഡർ. അപ്പോൾ നട്ട് പൗഡറൊക്കെ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് നട്ട്സ്, റോ ആയിട്ടുള്ള നട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ നട്ട് പൗഡർ എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് നമുക്ക് ചെറു ചൂടോടെ, പാല് തിളപ്പിച്ചതിന് ശേഷം ചെറു ചൂടോടെ കൂടി തന്നെ ഈ നട്ട് പൗഡർ അതിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂണിൻ്റെ ആവശ്യമുള്ളൂ. 1 ടീസ്പൂൺ നട്ട് പൗഡർ ഈ ചൂടോടെ എല്ലാം ആഡ് ചെയ്യുക. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കാം. ചെറു ചൂടോടെ കൂടി തന്നെ കൊടുക്കുക. ഒരുപാട് ചൂട് വേണ്ട, കുട്ടികൾക്ക് കുടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ചെറു ചൂടോടുകൂടി
കൊടുക്കാം. പിന്നെ അല്ലാതെ ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കുള്ള മാവിൽ കുറച്ച് ഇപ്പോൾ മീൻസ് ഒരു ടീസ്പൂൺ ഈ ഒരു നട്ട് പൗഡർ ആഡ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇഡ്ഡലിയോ ദോശയോ അപ്പോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ദോശ ഇഡ്ഡലി ബാറ്റർ ഉണ്ടാക്കുമ്പോൾ ബാറ്ററിൽ ഈ ഒരു ടീസ്പൂൺ നട്ട് പൗഡർ ആഡ് ചെയ്തതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, അല്ലാതെ പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതാണ് 2 മെത്തേഡ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന. പിന്നെ അല്ലാതെ ഇതിനോടൊപ്പം തന്നെ ഹോൾ നട്ട്സ് ആയിട്ടും കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാം. നമുക്ക് ഒരു ദിവസം ഒരു 4-5 നട്ട്സ് വരെ ഒരു 6 വയസ്സൊക്കെ ഉള്ള കുട്ടിക്ക്, 6 വയസ്സിന് മേളിൽ 6 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾക്ക് ഒരു 4-5 നട്ട്സ് വരെ കൊടുക്കാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നട്ട്സ് കൊടുക്കാം. ബദാം ആണെങ്കിലും ഇപ്പോൾ വാൾനട്ട് ആണെങ്കിലും ഇപ്പോൾ കാഷ്യൂനട്ട് ആണെങ്കിലും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഡ്രൈ ഫ്രൂട്ട്സും നമ്മൾ എന്നും കുട്ടികൾക്ക് ഒരു ഹാൻഡ്ഫുള്ള്, ഇപ്പം 5 വയസ്സിൽ മേലെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഒരു ഹാൻഡ്ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കുറച്ച് ഫുഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കൂട്ടുകാരെ, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് ഇമെയിൽ ചെയ്യാം. ഇമെയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത് വേണമെങ്കിലും ചോദിക്കാം സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നൈസ് റെസിപ്പീസും ടിപ്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. അതും കമൻറ്റ് ബോക്സിലിടാം, അല്ലെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം. പിന്നെ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റെസിപ്പീസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ റെസിപ്പീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും കാണാം. Till then, all of you, take care and stay tuned. So it's now me signing off.